കണ്ണൂർ നഗരത്തിൽ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാനക്കാരനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. അക്രമാസക്തനായ ഇയാളെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:30 തെക്കി ബസാറിലെ ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന കക്കാട് സ്വദേശിയുടെ കയ്യിൽ അക്രമി കടന്നു പിടിക്കുകയായിരുന്നു. സർവ്വശക്തിയുമെടുത്ത് ഇവർ കുതറിമാറി. ഇതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ചുറ്റുമുണ്ടായിരുന്നവർ തടഞ്ഞുവെച്ചു. പിന്നാലെ നാട്ടുകാർക്ക് നേരെയും അക്രമി പരാക്രമം തുടർന്നു. അക്രമാസക്തനായ ഇയാളെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ നാട്ടുകാർ തുണി ഉപയോഗിച്ച് ഇയാളുടെ കൈകൾ ബന്ധിച്ചു. തടഞ്ഞുവെക്കാൻ ശ്രമിച്ച നാട്ടുകാരുടെ കയ്യിൽ കടിച്ചു രക്ഷപ്പെടാനും അക്രമി ശ്രമം നടത്തി. പിന്നാലെ സ്ഥലത്തെത്തിയ ടൗൺ പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആംബുലൻസിൽ കയറുന്നതിനിടെ കുതറി ഓടാനും ശ്രമമുണ്ടായി. ഇത്തരം അനുഭവം ആർക്കും ഇനിയുണ്ടാകരുതെന്നും അതിനാൽ പരാതി നൽകുമെന്നും അക്രമത്തിനിരയായ കക്കാട് സ്വദേശി പറഞ്ഞു. വാഹനം വരുന്നതുകൊണ്ട് ഫുട്പാത്ത് കണ്ടുകൊണ്ട് ഞാൻ ഫുട്പാത്തിലേക്ക് കയറി. അപ്പോൾ ഇയാളിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങി വന്നിട്ട് ഓടി കയ്യാ പിടിച്ച് വലിക്കുന്നത്. എൻ്റെ പയ്യൻ്റെ ഓടി വന്നിട്ട് എല്ലാവരും അപ്പാടെ ഓടി വന്ന ആൾക്കാർ പിടിച്ച് എന്നിട്ട് അവരടിച്ചെന്ന് തോന്നും. കുറേ ആൾക്കാർ അടിച്ചിനെ അവർ. പരാതി കൊടുക്കണം. ഇനി ഇതുപോലത്തെ സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇനി എത്ര ആൾക്കാർ റോഡിലേക്ക് കൂടി വരുന്നതല്ലേ. നഗരത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണ് അക്രമിയെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതിയ തെരുവിൽ ലോറി തടഞ്ഞും തെക്കി ബസാറിൽ ബസ്സിന് മുകളിൽ കയറിയും ഇയാൾ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ലഹരി ഉപയോഗിച്ചാണോ അക്രമം നടത്തിയതെന്നും അതോ മാനസിക പ്രശ്നങ്ങളുള്ളയാളാണോ എന്നും പോലീസ് പരിശോധിക്കും. പാറക്കണ്ടിയിലും പരിസര പ്രദേശത്തും പരസ്യ മദ്യപാനത്തിൽ ഏർപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇയാൾ ഉണ്ടാകാറുണ്ടെന്നും വിവരമുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.